Hello everyone, welcome back to another episode of Shaji's Classroom, and today we are going to learn about accusative. What is accusative and article? Accusative ആർട്ടിക്കിളിനെ കുറിച്ചും അക്യൂസാറ്റീവ് എന്താണെന്നെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോമിനേറ്റീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം നോമിനേറ്റീവ് പഠിച്ചു, നോമിനേറ്റീവ് ആർട്ടിക്കിൾ പഠിച്ചു, പേഴ്സൺ പ്രൊനൗൺ പഠിച്ചു, പൊസസീവ് പ്രൊനൗൺ പഠിച്ചു, അതുപോലെ നോമിനേറ്റീവ് വെർബും പഠിച്ചു. ഓക്കെ, ഇനി അക്യൂസാറ്റീവ്. ഇപ്പൊ നോമിനേറ്റീവ് സബ്ജക്റ്റ് ആണ് പഠിച്ചത്. വാട്ട് ഈസ് നോമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് എന്ന് പറയും. ഓക്കെ, ഒരു അക്യൂസാറ്റീവ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കുന്നു, ഞാൻ എന്ത് കുടിക്കുന്നു? ചായ കുടിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അവനെ കാണുന്നു. ആരെ കാണുന്നു? അവനെ കാണുന്നു. അപ്പൊ അങ്ങനെ ഒബ്ജക്റ്റ് വേണം. കർത്താവ്, ക്രിയ, കർമ്മം. അപ്പൊ കർമ്മം എന്ന് മലയാളത്തിൽ പറയും, ഒബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് പോകാം. നമുക്ക് അക്യൂസാറ്റീവ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്, സെന്റൻസിന്റെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ചില വാക്കുകൾക്ക് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ സേ ദെൻ മാൻ, ഞാൻ ആ വ്യക്തിയെ കാണുന്നു, ആ ആളെ കാണുന്നു. അപ്പൊ ഞാൻ കാണുന്നു, ആരെ കാണുന്നു? ആ വ്യക്തിയെ കാണുന്നു, ദെൻ മാൻ. ഓക്കെ, അപ്പം ഈശ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, ദെൻ മാൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. ആ പുരുഷനെ കാണുന്നു, ദെൻ മാൻ. ഓക്കെ, ചില വെർബുകൾക്ക്, ചില ക്രിയകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. കാരണം ഞാൻ കുടിക്കുന്നു, എന്ത് കുടിക്കുന്നു? ഞാൻ വായിക്കുന്നു, എന്ത് വായിക്കുന്നു? ഓക്കെ, ഞാൻ കാണുന്നു, എന്ത് കാണുന്നു? കാരണം പറഞ്ഞത് സേയൻ, കാണുക, സേയൻ. ഹാബൻ, ഇഷ് ഹാബെ, വാസ്. ഓക്കെ, എനിക്കുണ്ട്, എന്ത്. അല്ലെങ്കിൽ കൗഫൻ, ഞാൻ വാങ്ങിക്കുന്നു, ഞാൻ കൗഫൻ ചെയ്യുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, എന്ത് ഷോപ്പിംഗ് ചെയ്യുന്നു? ബ്രൗക്കൻ, ആവശ്യമാണ്, ഐ നീഡ് ദാറ്റ്, വട്ട് ഡു യു നീഡ്. അല്ലെങ്കിൽ ലേസൻ, ഓക്കെ, വായിക്കുക, ഇഷ് ലേസെ. സ്ട്രിങ്കൻ, സ്ട്രിങ്കെ. അപ്പം സ്ട്രിങ്കെ എന്ന് വെച്ചിട്ട് ലേസെ അല്ലെങ്കിൽ കൗഫെ എന്ന് പറഞ്ഞ് നമുക്ക് സെന്റൻസ് നിർത്താൻ പറ്റിയില്ല, അതിന് ഓബ്ജക്റ്റ് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് ഈസ് കോൾഡ് അക്യൂസാറ്റീവ്. ഓക്കെ, ഒരു സെന്റൻസിന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം, അതാണ് അക്യൂസാറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ അക്യൂസാറ്റീവ് വരുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾസ് പഠിക്കും. ജർമ്മൻ ആർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ നേരത്തെ നോമിനേറ്റീവിൽ പഠിച്ചു. അത് സംശയം ഉണ്ടെന്നെങ്കിൽ നോമിനേറ്റീവിന്റെ എപ്പിസോഡ് നോക്കുക. ആർട്ടിക്കിൾസ് ഇൻ നോമിനേറ്റീവ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അക്യൂസാറ്റീവ് ആർട്ടിക്കിൾസ് നോക്കുന്നത്. ഇതിപ്പം പേഴ്സണൽ പ്രൊനൗമൻ അല്ലെങ്കിൽ ഇത് വരുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾസ് വരുമ്പോഴത്തേക്കും ഇത് പൂച്ചയാണ്, ആരുടെ പൂച്ചയാണ്, അല്ലെങ്കിൽ ആരെ കാണുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ഇത് വരുമ്പോഴേ ഒബ്ജക്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നീ ആരെ കാണുന്നു? ഞാൻ അവനെ കാണുന്നു. അപ്പൊ അതിനവിടെ ഒബ്ജക്റ്റ് വന്നു. ഓക്കെ, now straight away let's get back to the article. നോമിനേറ്റീവിന്റെ ആർട്ടിക്കിൾസ് പഠിച്ചപ്പോഴത്തേക്കും ദർ, ദി, ദസ്, ദി പഠിച്ചു. ദർ, ദി, ദസ്, ദി. ദർ, ദി, ദസ്, ദർ മസ്കുലിൻ പഠിച്ചു, ദി ഫെമിനിൻ പഠിച്ചു, ദസ് നോയിട്രം പഠിച്ചു, അതുപോലെ തന്നെ ദി എന്ന് പ്ലൂറൽ പഠിച്ചു. ഇനി അക്യൂസാറ്റീവ് വരുമ്പോഴത്തേക്കും മസ്കുലിൻ ദർ മാറി ദെൻ ആകും. ദെൻ മാൻ, ആ പുരുഷൻ. ഓക്കെ, ദെൻ മാൻ, ആ പുരുഷനെ കാണുന്നു. ആരെ കാണുന്നു? ആ പുരുഷനെ കാണുന്നു. ഓക്കെ, ദെൻ മാൻ വരും. ബാക്കിയെല്ലാം സെയിം ആണ്. ഫെമിനിൻ സെയിം ആണ്, അതുപോലെ തന്നെ നോയിട്രം സെയിം ആണ്, പ്ലൂറലും സെയിം ആണ്. അപ്പൊ ദെൻ, ദി, ദസ്, ദി ആവും. നോമിനേറ്റീവ് ദർ, ദി, ദസ്, ദി ആയിരുന്നു. ഓക്കെ, ദർ, ദി, ദസ്, ദി ആയിരുന്നു നോമിനേറ്റീവ്. അക്യൂസാറ്റീവ് വരുമ്പോൾ ദെൻ, ദി, ദസ്, ദി. ഓക്കെ, ക്ലിയർ? ദെൻ, ദി, ദസ്, ദി. മാറ്റം വരുന്നത് മസ്കുലിൻ മാത്രം, വേറെ ഒന്നിനും മാറ്റമില്ല. ദെൻ മാൻ ആണ് വരുന്നത്. ദി ഫ്രാവ്, നോമിനേറ്റീവ് ദി ഫ്രാവ് ആണ്, അക്യൂസാറ്റീവ് ദി ഫ്രാവ് ആണ്. ദ സ്കിൻഡ്, നോമിനേറ്റീവ് ദ സ്കിൻഡ് ആണ്, അക്യൂസാറ്റീവ് ദ സ്കിൻഡ് ആണ്. പ്ലൂറൽ ദി കിൻഡർ ആണ്, അക്യൂസാറ്റീവ് ദി കിൻഡർ ആണ്. ഓക്കെ, ആ കുട്ടികൾ, ആ കുട്ടി. പക്ഷെ വ്യത്യാസം വരുന്നത് മസ്കുലിൻ മാത്രം. മനസ്സിലായോ? അക്യൂസാറ്റീവ് മസ്കുലിൻ ആർട്ടിക്കിൾ ചേഞ്ച് ആകും, ദർ മാറി ദെൻ ആകും. ക്ലിയർ? അപ്പോൾ ഞാൻ ആ നായയെ കാണുന്നു. ഓക്കെ, ഞാൻ ആ പട്ടിയെ കാണുന്നു. ഐ സി എ ഡോഗ്. ഓക്കെ, എ സിറ്റ് ദെൻ ഹുണ്ട്. ഓക്കെ, ദെൻ ഹുണ്ട് അക്യൂസാറ്റീവ് മസ്കുലിൻ ആണ്, ദെൻ ഹുണ്ട് വരുന്നു. ഓക്കെ, ഞാൻ ഐ സി ദാറ്റ് ഡോഗ്, ഞാൻ ആ പട്ടിയെ കാണുന്നു. ഓക്കെ, വി ആർ സേയിങ് സി, ഞങ്ങൾ അവളെ കാണും. ഇവിടെ അക്യൂസാറ്റീവ് പ്രോനൗമൻ. ഓക്കെ, അക്യൂസാറ്റീവ് പ്രോനൗമൻ ഒരു
വെർബായിട്ട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു. അക്യൂസേറ്റീവ് പ്രോനോമൻ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പഠിക്കും എന്താണ് അക്യൂസേറ്റീവ് പ്രോനോമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒബ്ജക്ട് സി അക്യൂസേറ്റീവ് പ്രോനോമൻ അല്ലെങ്കിൽ സി ട്രിങ്ക്ഡ് അയിനെ ടാസ് ടീ സോറി അവൾ ഒരു കപ്പ് ചായ കുടിക്കുന്നു. സി ട്രിങ്ക്ഡ് അയിനെ ടാസ് ടേ. ഓക്കെ, അപ്പം അയിനെ ടാസെ ടേ അതാണ് ഞാൻ ഒരു കപ്പ് ചായ കുടിക്കുന്നു. അപ്പോൾ എന്ത് കുടിക്കുന്നു? ഒരു കപ്പ് ചായ കുടിക്കുന്നു. ആരെ കാണുന്നു? അവളെ കാണുന്നു. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നു. ക്ലിയർ? അല്ലെങ്കിൽ ഇസ് ലേസ് ഐൻ ബുക്ക്, ഞാൻ ഒരു പുസ്തകം വായിക്കുന്നു. എന്ത് വായിക്കുന്നു? പുസ്തകം വായിക്കുന്നു. ഐൻ ബുക്ക് അക്യൂസേറ്റീവ് നോയിട്രം. ഓക്കെ, ന്യൂട്രൽ ഇതാണ്. ദസ് ബുക്ക് ആണ്, അതുകൊണ്ട് ഐൻ ബുക്ക് വരുന്നു. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ then the ദസ്തിയാണ് അക്യൂസേറ്റീവ് ആർട്ടിക്കിൾ. ഓക്കെ, സോ നോമിനാറ്റീവ് ദർ വരുന്നു, ദർ ദി ദസ്തി വരുന്നു, അക്യൂസേറ്റീവ് then the ദസ്തി. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഈസ് എ then man. ഓക്കെ, ഞാൻ ആ പുരുഷനെ കാണുന്നു. ദർ മാൻ becomes then man. ദർ മാൻ ആണ് നോമിനാറ്റീവ്, അത് then man ആകുന്നു. അല്ലെങ്കിൽ ഈസ് കൗഫ് ദി ബ്ലൂമേ, അവൾ ആ പൂവ് വാങ്ങുന്നു. ഓക്കെ, സി കൗഫ്ഡ് ദി ബ്ലൂമേ. ദി ബ്ലൂമേ എന്താണ് വരുന്നത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. വി ഹാവ് എൻ ദസ് ബുക്ക്, ഇതിൽ ദസ് ബുക്ക് വരുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ then man മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ദി ബ്ലൂമേ ദസ് ബുക്ക് എല്ലാം സെയിം ആസ് നോമിനാറ്റീവ്. നോമിനാറ്റീവ് പോലെ തന്നെ സെയിം ആയി ദി ബ്ലൂമേ ദസ് ബുക്ക് നിൽക്കുന്നു. നമ്മൾ പഠിക്കുന്നത് വെസ്റ്റിംഡ് ആർട്ടിക്കിളും ഉൺവെസ്റ്റിംഡ് ആർട്ടിക്കിളും ഉണ്ട് നമ്മൾ പറഞ്ഞു. നോമിനാറ്റീവിൽ പഠിച്ചു. അക്യൂസേറ്റീവിലും ഉണ്ട് വെസ്റ്റിംഡ് ആർട്ടിക്കിളും ഉൺവെസ്റ്റിംഡ് ആർട്ടിക്കിളും ഉണ്ട്. ഓക്കെ, വെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുമ്പോൾ എന്താണ്? ദി ദസ്തി ആണ്. എന്ന് പറഞ്ഞാൽ ദ എന്ന് വാക്ക് ഉദ്ദേശിക്കുന്നത് THE ഇൻ ഇംഗ്ലീഷ് വരുന്ന അതിനാണ് നമ്മൾ വെസ്റ്റിംഡ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഐനെ, ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ എ അല്ലെങ്കിൽ ആൻ പകരം ഉപയോഗിക്കുന്നതാണ് ഐൻ. ഒരു കുട്ടി, ഓക്കെ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ബുക്ക്, ഇങ്ങനെ ഒന്ന് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ എ വരുന്നത് ജനറലായിട്ടും ആൻ വരുന്നത് AEIO വവൽസ് ഉപയോഗിക്കുന്നു. സെയിം വേ ജർമ്മനിൽ വ്യത്യാസമുണ്ട്. വവൽസ് നോക്കുന്നില്ല, ജർമ്മനിൽ ഐനെ എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ അക്യൂസേറ്റീവ് വരുമ്പോഴത്തേക്ക് ഐനൻ വരും. നോമിനാറ്റീവ് ഐനാണ് മസ്കുലിൻ വരുന്നത്, അതിൽ അക്യൂസേറ്റീവ് ഐനൻ വരും. നോമിനാറ്റീവ് ഐനെ ഫെമിനിൻ, അക്യൂസേറ്റീവ് ഐനെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. അതുപോലെ നോയിട്രം ആണെങ്കിലും ഐൻ തന്നെ, ഐനെ വരുന്നില്ല. ഇവിടെ ഐനൻ അക്യൂസേറ്റീവ് മാത്രമേ ഐനൻ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, ഐനൻ ഐൻ സോറി ഐനൻ ഐനെ ഐൻ. ഉദാഹരണമായി ഈ ഹാവ് ഐനൻ ഹുണ്ട്, ഐ ഹാവ് എ ഡോഗ്, എനിക്ക് നായയുണ്ട്. ഓക്കെ, ഐൻ ഹുണ്ട് നോമിനേറ്റീവ് വരും, അത് ഐനൻ ഹുണ്ടാവുന്നു. ഓക്കെ, എനിക്ക് ഒരു പട്ടിയുണ്ട്. സി ലീസ്റ്റ് ഐനെ സൈറ്റും. ഓക്കെ, അവൾ ഒരു പത്രം വായിക്കുന്നു. ഐനെ അത് ഫെമിനിൻ ആയതുകൊണ്ട് ഐനെ ചേർക്കുന്നു. ഓക്കെ, സി ലീസ്റ്റ് ഐനെ സൈറ്റും. അതുപോലെ തന്നെ വി ആർ കൗഫൻ ഐൻ ഔട്ടോ. ഐൻ ഔട്ടോ എന്ന നോയിട്രമാണ് ഔട്ടോ. അപ്പോൾ ഈ വി ആർ കൗഫൻ ഐൻ ഔട്ടോ, ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു കാറ് വാങ്ങിക്കുന്നു. അതിൽ ഐൻ ഔട്ടോ വരുന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് നോയിട്രമാണ്. ഇവിടെ വരുന്നത് ഐനൻ ഹുണ്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഐനെ സൈറ്റും ഐൻ ഔട്ടോ എല്ലാം സെയിം റിമെയിൻസ് ആസ് നോമിനാറ്റീവ് പോലെ തന്നെ സെയിം ആർട്ടിക്കിളാണ് റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് അക്യൂസേറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് സെന്റൻസ് ആണ്. അതിന് ആർട്ടിക്കിൾസ് ഉണ്ട്. then the thus the ആണ്. നോമിനാറ്റീവും തമ്മിൽ വ്യത്യാസം ആകപ്പെടുന്നുള്ളൂ. അക്യൂസേറ്റീവ് വരുമ്പോൾ ദർ മാറി then ആകും. ക്ലിയർ? അതുകൊണ്ട് താങ്ക് യു. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ജസ്റ്റ് സെൻഡ് മീ സം മെസ്സേജ്. ഓക്കെ, then we'll clarify on that. Clear? See you. Off with the same.